നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർക്കായിരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ആൾക്കാരും. കാരണം നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ കുറ്റം പറയുന്നതിന് അവർക്ക് നിശ്ചിത പരിധിയുണ്ട്. ആ പരിധി വിട്ടാൽ അവരെന്താ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല. എന്നാൽ നമ്മുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർ, നമ്മളെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരായിരിക്കും നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം അങ്ങനെ തന്നെയാണ് പല ആൾക്കാരെ സ്ഥിതിയും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ഇതായിരിക്കും പറയാനുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയൽവാസികളാണ് എന്നെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്? ഇല്ല, നമ്മുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. എന്നാൽ നമ്മുടെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഒരു പറ്റം നല്ല നല്ല സുഹൃത്തുക്കളായിരിക്കും. എല്ലാവർക്കുമുള്ള അനുഭവമായിരിക്കും. നമ്മുടെ ഫിനാൻഷ്യലി ആയാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമായിട്ടുള്ള സിറ്റുവേഷനുകളിൽ നമ്മളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസ വാക്കുകൾ തരുന്നത് ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളും, അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ, ബ്രദേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരും, അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് നിർത്തുന്ന നമ്മുടെ ഒരു പറ്റം സുഹൃത്തുക്കളുമായിരിക്കും നമ്മളോട് എന്താണ് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. ഒരു പക്ഷേ സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് അകൽച്ച കിട്ടിയിട്ടുണ്ടായിരിക്കാം, മേ ബി. എന്നാലും നമ്മൾ അധികം അടുത്ത് നിൽക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളില്ലെങ്കിലും ഒന്ന് രണ്ട് പേരെങ്കിലും നമുക്കുണ്ടായിരിക്കും, അല്ലേ? അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു സ്വാന്തനം മതി നമുക്ക്, അല്ലേ?